ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും ഇന്ത്യയുടെ ഉരുക്കു പുരുഷനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും ആചരിച്ച് പനേപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മണ്ഡലം പ്രസിഡന്റ് ടി.എം. റിഫാസിന്റെ അധ്യക്ഷതയിൽ ചുള്ളിക്കൽ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണവും പുഷ്പാർച്ചനയും UDF കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ PH നാസർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും ഇന്ത്യയുടെ ഉരുക്കു പുരുഷനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും പനേപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ചുള്ളിക്കൽ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണവും പുഷ്പാർച്ചനയും UDF കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ PH നാസർ ഉദ്ഘാടനം ചെയ്തു. വിഘടനവാദികൾക്ക് അടിയറവ് പറയുകയില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ജീവൻ വെടിയേണ്ടി വന്നത് എന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തോട് നൽകിയ ഒരു വലിയ മണിമുത്തുകൾ ഇന്നും ലോകത്ത് മുഴങ്ങുകയാണ്. എൻ്റെ അവസാനത്തുള്ളി രക്തം പോലും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ചിന്താൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പൂർണ്ണ ഉറച്ച ഒരു തീരുമാനം രാജ്യത്തിന് നൽകിയ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സ്വന്തം ജീവൻ ഈ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ഐക്യത്തെയും നിലനിർത്തുവാൻ കോൺഗ്രസിന്റെ ധീരയായ പ്രധാനമന്ത്രിയും മുൻ പ്രസിഡന്റും മനസ്സ് കാണിച്ചെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ടി.എം. റിഫാസ് അധ്യക്ഷത വഹിച്ചു. ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള മതേതരത്വവും ജനാധിപത്യവും അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണരൂപം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധി പ്രിയദർശിനി. ലോക ചരിത്രം കുറിച്ചിട്ടുള്ളത് ഒരു ഉരുക്ക് വനിത എന്നാണ് ലോകം അറിയപ്പെടുന്നത്. തീർച്ചയായും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം രാജ്യത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധിയോടൊപ്പവും നെഹ്റുവോടൊപ്പവും ഒറ്റ സുഹൃത്തും വഴികാട്ടിയും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും സമരപരിപാടികൾക്കും നേതൃത്വം കൊടുക്കുവാനും അതുപോലെ തന്നെ ഒരു വഴികാട്ടിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. DCC അംഗം MA മുഹമ്മദ് അലി, ബ്ലോക്ക് ഭാരവാഹികളായ ഹസിം ഹംസ, PM അസ്ലം, ഷമീർ വളവത്ത്, മുഹമ്മദ് ജെറിസ്, അഫ്സൽ അലി, അൻസാരി കളരിക്കൽ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ലൈല കബീർ, സുനിത ഷമീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനൽ ഈസ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മുജീബ് കൊച്ചങ്ങാടി, TM ഖലീൽ, ഉബൈദ്, നൌഷാദ്, ഡിവിഷൻ പ്രസിഡന്റുമാരായ CM നവാബ്, ഷാഹി നൈന, ഷീജ സുധീർ, പുഷ്പ റോഷൻ, ജയന്തി പ്രേംനാഥ്, ജാസ്മി പനേപ്പള്ളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.